യോ വാട്ട് ഈസ് അപ്പ് ഗായ്സ്, വീണ്ടും അതിമനോഹരമായ പുതിയ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേറിപ്പോരു മച്ചാമാർ, ഇന്നത്തെ വ്ളോഗിലേക്ക് ഞാൻ ഏവരെ നിങ്ങളെ ക്ഷണിക്കുകയാണ്. അപ്പോൾ ഗൈസ്, രാവിലെ തന്നെ കുളിച്ച് കുട്ടപ്പനായി ആമസോണിൽ നിന്ന് വാങ്ങിച്ച 300 രൂപയുടെ സ്പാർക്ക് ഷൂവുമായി ഞാനിതാ ഒരുങ്ങിക്കഴിഞ്ഞു. ഫ്രണ്ട്സുമായിട്ട് ലുല്ലു മാളിലേക്ക് പോകുവാനാണ് ഇന്നെന്റെ പ്ലാൻ. അങ്ങനെ രാവിലെ തന്നെ വിർച്വസ് എടുത്ത് നമ്മുടെ ബായ് എന്നെ വിളിക്കാൻ വന്നു. പിന്നെ ഒന്നും നോക്കില്ല, ഡോർ തുറന്ന് അകത്ത് കയറി ഞാൻ എന്റെ ഇരിപ്പിടം ഉറപ്പിച്ചു. അങ്ങനെ വണ്ടി മുന്നോട്ടെടുത്തപ്പോഴാണ് നമ്മൾ വേറൊരു കാര്യം അറിയുന്നത്. വീണ്ടും നമ്മുടെ വേറൊരു സുഹൃത്തിന്റെ വണ്ടി പെട്രോൾ തീർന്ന് റോഡിൽ കിടക്കുകയാണ്. എന്തായി കാണിക്കുന്നത് എനിക്ക് എന്നൊന്നും മനസ്സിലാവുന്ന ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ വെളിയിറങ്ങിയപ്പോൾ തന്നെ ആദ്യമേ ആകപ്പാട മൊത്തം സീ പോണ്ടാ. പിന്നെ വേറെ ഒന്നും നോക്കില്ല, ഒരു കുപ്പി എടുത്ത് പെട്രോൾ പമ്പിൽ കയറി നേരെ 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. പിന്നെ നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മുടെ കാർ പറത്തി വിട്ടു. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി മച്ചാനെ കണ്ടു, പെട്രോൾ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം കുറ്റിയേർക്ക് 2 ഇടിയും കൊടുത്തു. നമ്മൾ അവിടെ നിന്ന് സ്ഥലം കാലിയായി. പിന്നെ എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം, മാസ്ട്രോയിൽ പെട്രോൾ ഒഴിക്കുന്നത് വളരെ ദയനീയമാണ്. എന്താണെന്ന് വെച്ചാൽ 90 ഡിഗ്രി ചരിഞ്ഞാണ് പെട്രോളിന്റെ നോവിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. സോറി ഗൈസ്, അത് മാസ്ട്രോ ഉണ്ടാക്കിയെടുത്ത് തന്നെ നമുക്കത് ചോദിക്കേണ്ടി വരും. വിർച്വസിൽ എന്റെ ഇരിപ്പിടം ഉറപ്പിച്ചു. നമ്മൾ നേരെ ലുല്ലു മാർക്കറ്റിലേക്ക് ലക്ഷ്യം വച്ചു. ഇനി ഒരു തടസ്സവും വരൂല എന്ന് നമ്മൾ പ്രതീക്ഷിക്കും. അങ്ങനെ വണ്ടി നേരെ വിടുന്ന സമയത്ത് ഈ വഴികളെല്ലാം നിങ്ങൾക്ക് പ്രേക്ഷകർ സുഖചരിതമാണ്. നമ്മുടെ മിക്ക വണ്ടികളും പറപ്പിക്കുന്നത് ഈ ഹൈവേ വഴിയാണ്. ഒരു രക്ഷയില്ല. പക്ഷേ റൈഡ് സേഫ്, സ്റ്റേ സേഫ്. ഓക്കെ, ട്രാഫിക് റൂൾസ് എല്ലാം നിങ്ങൾ പാലിച്ച് വേണം വണ്ടി ഓടിക്കാൻ. അങ്ങനെ വിർച്വസിൽ വീണ്ടും ഫോർവേഡ് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ടോപ്പ് പ്ലാസ എത്തി. അവിടെ ടിക്കറ്റ് കൊടുത്തു. ടിക്കറ്റ് കൊടുത്തല്ല, ടോൾ കൊടുത്തു. ഒരു മാസം നമ്മൾ 300 രൂപ കൊടുത്തിട്ടുള്ളതെന്നാണ് എന്റെ വിശ്വാസം എന്ന് പറഞ്ഞ് നമ്മൾ വീണ്ടും ഫോർവേഡ് പോയി. മുന്നോട്ട് പോയപ്പോൾ തേണ്ട കിടക്കുന്നു. അടുത്ത മാസത്തെ ടോൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ചെക്കന്താ മോളോട്ട് പോയിട്ടുണ്ട്. പിന്നെ മോളാണ് അതിന്റെ ഓഫീസ്. ആർക്കെങ്കിലും കുറച്ച് പേർക്ക് അത് ഉപകാരം പറയും. അങ്ങനെ ടോളിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം എടുത്ത ശേഷം വീണ്ടും ആക്സിഡന്റ് ചവിട്ടി നേരെ അങ്ങ് വിട്ടു. പോകുന്ന വഴിയിൽ തന്നെ ഒരുപാട് കാറും ബൈക്കും കണ്ട് നമ്മൾ നിറക്കാഴ്ചകൾ കണ്ടു തന്നെയാണ് നമ്മൾ വാഹനം പൊട്ടിച്ചത്. ഏകദേശം ഈഞ്ചക്കിലെത്തിയപ്പോൾ നമ്മളവിടെ XP95 പെട്രോൾ അടിക്കാൻ വേണ്ടി അവിടെ പെട്രോൾ പമ്പിലേക്ക്. നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, നേരത്തെ എന്റെ പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിക്കാത്ത കാരണം XP95 തൊട്ടടുത്ത് നമുക്ക് ഈഞ്ചക്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈഞ്ചക്കിൽ നിന്ന് XP95 അടിക്കുന്നത്. ഇതിനൊരു കാരണമാണ്. അത്യാവശ്യം നമുക്ക് പ്രീമിയം വണ്ടികളെല്ലാം XP95 തന്നെ അടിച്ചോളാം. സാധാരണ പെട്രോൾ അടിക്കുന്നതിനേക്കാളും പ്രീമിയം പെട്രോൾ അടിക്കുന്നതാണ് എന്തുകൊണ്ടും അടിക്കുന്നതിൽ എഞ്ചിന് നല്ലത്. പേഴ്സണൽ പ്രിഫറൻസ് ആണ് ഇത്. പലർക്കും പല വ്യത്യാസമായ അഭിപ്രായങ്ങളൊക്കെ കാണും. നിങ്ങൾക്ക് അത് കമന്റിൽ പറയാവുന്നത്. അങ്ങനെ 1050 പെട്രോൾ അടിച്ച് നമ്മൾ യാത്ര വീണ്ടും തുറന്നു. പോകുന്ന വഴി ഞാനും BMW എടുത്ത ഷോറൂമുകൾ മുന്നോട്ട് പോയി ഇതായിരിക്കുന്നു നമ്മുടെ ലുലു മാൾ. ലുലു മാളിന്റെ പാർക്കിംഗ് ഏരിയയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ദോഷം പറയരുതല്ലോ, ഒന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തിരക്ക് ഒട്ടുമില്ല. കാർ ഇടാൻ വേണ്ടി തപ്പി നമ്മൾ ഓരോ സ്ഥലവും അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അവസാനം ഒരു സ്ഥലം കാർ പാർക്ക് ചെയ്യാൻ വേണ്ടി കണ്ടെത്തി. കാർ പാർക്ക് ചെയ്തത് വെളിയിൽ ഇറങ്ങിയപ്പോൾ കിടക്കുന്ന ഒരു പപ്പടത്തര. അരെ വാ, എന്ത് മച്ചാരെ, നിങ്ങൾ ആ ലൈന് കണ്ടില്ല? ആ ലൈനിന്റെ ഇപ്പുറത്തല്ല, അതിന്റെ അപ്പുറത്ത് വേണം നമ്മൾ കാർ പാർക്ക് ചെയ്യാൻ. ഒരു ചുവന്ന കാറും കൊണ്ട് വെച്ചിട്ട് ലൈനിന്റെ പുറഞ്ഞി കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഏയ് മാൻ, എന്താണ് എനിക്ക് കണ്ടപ്പോൾ തന്നെ അരോചകം. എന്തായിരുന്നാലും എക്സ്പീരിയൻസ് ഇല്ലാത്ത വ്യക്തിയായിരിക്കും. അതുകൊണ്ട് ഞാൻ താങ്കളോട് ക്ഷമിച്ചിരിക്കുന്നു. ഇനി ഇതുപോലെ ആവർത്തിക്കാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചുവടുകൾ മുന്നോട്ട് വെച്ചു. അങ്ങനെ ചുവടുകൾ വെച്ച് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ആ കാഴ്ച കണ്ടു. എൻ്റെ പോലെ അങ്ങ് വിശാലമായിട്ട് നമ്മുടെ ലുലു മാൾ അവിടെ കിടക്കുകയാണ്. വീണ്ടും നമ്മൾ മുന്നോട്ട് പോയ എസ്കലേറ്റർ വഴി എന്ത് പറയാം, അത് തന്നെ ആ കുന്ത്രം തന്നെ. ആ കുന്ത്രാട്ടത്തിൽ കഴിഞ്ഞ് നമ്മുടെ മോളോട് കയറിയപ്പോൾ ദാണ്ട കിടക്കണം. ഈ നാട്ടിലുള്ള എല്ലാ പപ്പടങ്ങളും ഇതിൻ്റെ അകത്ത് തന്നെ പെറ്റി കിടപ്പുണ്ട്. എന്തിനു വേണ്ടി? നമ്മളും ഇതിൻ്റെ അകത്ത് തന്നെ കിടപ്പുണ്ട്. കാരണം ലുലു മാളിൽ വന്നത് പേരങ്ങളിൽ പോയി കുറച്ച് ബിരിയാണി കഴിച്ചോട് നമ്മളൊന്ന് ആലോചിച്ചു. അതുമാത്രമല്ല, പാരഗണിൻ്റെ അകത്ത് ഒരുപാട് ഡെസേർട്ടും കാര്യങ്ങളും താഴ്മ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഹെയ്സൽ നട്ട്, അങ്ങനെ ആ നട്ട്, ഈ നട്ട്, പീനട്ട്, അങ്ങനെ ഒരുപാട് നട്ടുകൾ അവിടെ ഉണ്ട്. എന്തായിരുന്നാലും നമ്മളിത് നട്ട് കഴിക്കാനാവുന്നത് നമ്മൾ ബിരിയാണി കഴിക്കാനാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നമ്മുടെ ടോക്കൺ എത്തുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആ ഒരു വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ ആ ലുല്ലുമാളെ കുറച്ച് ചുറ്റി കറങ്ങി. ആ സെൻട്രൽ വ്യൂ എല്ലാം ഞാൻ, ആ മെയിൻ ഹോളും എല്ലാം ഞാൻ അങ്ങനെ വീക്ഷിച്ചെടുത്തു. അതിമനോഹരം, അതിഗംഭീരം, ലുക്ക് വൈസ് വെറും വിഷയം. അങ്ങനെ എല്ലാ കാഴ്ചകളും കണ്ട് ഞാൻ നേരെ പാരങ്ങോട്ട് പോയി. നമ്മുടെ ടോക്കൺ നമ്പർ എത്തി, നമുക്ക് സീറ്റ് ഉറപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നു. ആസ് യൂഷ്വൽ പാരങ്ങളിലെ ഫേമസ് ബിരിയാണി ഞാനും എൻ്റെ സുഹൃത്തും ഓർഡർ ചെയ്തു. ബിരിയാണി വരുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു വാട്ടർമെലൻ ഷേക്ക് ഓർഡർ ചെയ്തു. ഷേക്കോ എന്ത് ജ്യൂസോ അങ്ങനെ എന്തോ പേരോ, അങ്ങനെ ഒരു വാട്ടർമെലൻ്റെ ഒരു സെറ്റപ്പ് ഓർഡർ ചെയ്തു. അങ്ങനെ ആ വാട്ടർമെലൻ സാധനം വന്നു, കുടിച്ചു. ഒരു രക്ഷയില്ല. വാട്ടർമെലൻ പൾപ്പ് നമ്മൾ പറയില്ല, വെറും വിഷയം, ഒരു രക്ഷയില്ല. അന്യായ ടേസ്റ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി വന്നു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ കുടിക്കും. ഞാൻ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാനിത് സജസ്റ്റ് ചെയ്യാം. അത് മാത്രമല്ല, വാട്ടർമെലൻ ഇത് കുടിച്ച ശേഷം വന്ന് ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോയിൽ കണ്ടൊരു കാര്യം കൂടെയാണ്, ഇതിൻ്റെ സ്ട്രോ എന്ന് പറഞ്ഞാൽ കഴിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാനും ആ ഒരു സ്ട്രോ കഴിക്കാൻ പറ്റുമെന്ന് ഞാൻ അതും ട്രൈ ചെയ്തു. ശരിയാണ്, സ്ട്രോ കഴിക്കാൻ പറ്റും. പക്ഷേ ഞാൻ നിങ്ങൾ റെക്കമെൻഡ് ചെയ്തില്ല. ഒരു ടേസ്റ്റ് ഇല്ലാത്ത ഒരു പാസ്റ്റ് നമ്മൾ മാഗി നൂഡിൽസ് അടിച്ച് പരത്തി ഇങ്ങനെ ചുറ്റി വെച്ചൊരു സ്ട്രോ പോലെയാണ്. ആ ഒരു മാഗി നൂഡിൽസിൻ്റെ അല്ലെങ്കിൽ പാസ്റ്റ് അടിച്ച് ചുറ്റി പരത്തിയൊരു ടേസ്റ്റാണ് ഉള്ളത്. അതുകൊണ്ട് ആ ഒരു ടേസ്റ്റാണ്. ഇത് അത്ര എൻജോയ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. എന്തായിരുന്ന സംഭവമാണ്, കഴിക്കാൻ പറ്റും. എന്തായാലും ഞാൻ ട്രൈ ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ ജ്യൂസ് കുടിച്ചു. നമുക്കിതാ ബിരിയാണി വന്നിട്ടുണ്ട്. അങ്ങനെ പാരകളിലെ ബിരിയാണി എടുത്ത് ഞാൻ എൻ്റെ ജമ്പിലേക്ക് തട്ടി. അതിനുശേഷം ആ ചിക്കണൊക്കെ മഴ ചിക്കണൊക്കെ കൂട്ടി കുഴച്ചൊരു 1.5 അടി
ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല, വെറും വിഷയം. അങ്ങനെ പേരക്കുള്ള ബിരിയാണി എല്ലാം കൂട്ടിയടിച്ച് നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് വരാം നമ്മളൊരു കിടുക്കാച്ചി സാധനം ഓർഡർ ചെയ്തു. വേറെ പോലെ ഇളനീർ പുഡിങ്, ഓക്കെ, കരിക്കിൻ പുഡിങ്, ഇളനീർ പുഡിങ്, അങ്ങനെ ഒരു കിടിലൻ സാധനമാണ്. എന്തായാലും ഞാൻ പുഡിങ്ങിന്റെ വലിയൊരു എന്താ പറയുക ഫാനൊന്നും കാര്യമല്ല, പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് പുഡിങ്ങിന്റെ വലിയ ഫാൻസാണ്. എന്തായാലും അവന്മാരെ നിർബന്ധ പ്രകാരം എന്താ പറയുക ഞാനും ആ സാധനം കഴിക്കാൻ വന്ന് തീരുമാനിച്ചു. അങ്ങനെ പുഡിങ് വന്നു. പുഡിങ് വന്നപ്പോൾ എൻ്റെ മോനൂസ് ഇത് എന്ത് സാധനമാണ്, നമ്മൾ ടോം ആൻഡ് ജെറിയിൽ കാണുന്ന പോലത്തെ മറ്റേ ജെല്ലി പോലത്തെ ഒരു സാധനമാണ്. ഞാൻ ജെല്ലി പോലെ ഇരിക്കുന്നു, ടോം ആൻഡ് ജെറിയിൽ ഇങ്ങനെ കുത്തുന്ന പോലെ ഞാനും 4-5 പെടപെടാൻ കൊടുത്തു. ഒന്നും പറയില്ല, നല്ല ജെല്ലി അതിൻ്റെ ബബിളിയാണ് സാധനം. എന്തായാലും നല്ല ടേസ്റ്റ് എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ നോക്കാൻ വേണ്ടി അതിൽ നിന്നൊരു പീസ് ഞാൻ സ്പൂൺ കൊണ്ട് കിണ്ടിയെടുത്തു. ഞാൻ രുചിച്ചു നോക്കി, വെറും വിഷയം കിടിലുമാണ്. ഞാൻ സാധാരണ വിചാരിച്ചത് പുഡിങ് പോലെയല്ല. എന്തായിരുന്നാലും ഈ ഒരു പുഡിങ് അത്യാവശ്യം കൊള്ളാം, നല്ലൊരു ടെക്സ്ചറും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും, അതുപോലെ തന്നെ ഓവറായിട്ട് മധുരമല്ല, നല്ലൊരു മീഡിയം സൈസ്. എന്തായിരുന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, സാധനം കൊള്ളാം. നല്ല ഫ്രണ്ട്സ് എനിക്ക് വേണ്ടി ഓർഡർ ചെയ്തത് അതൊരു വേസ്റ്റായി പോയിട്ടില്ല. ആ പുഡിങ് ഒറ്റ ഇരിപ്പിന് തന്നെ ഞാൻ അവിടെ തന്നെ കഴിച്ചങ്ങ് തീർന്നു. അതിനുശേഷം പാരകളിൽ നമുക്ക് ബില്ല് കൊണ്ടുവന്നപ്പോഴത്തേക്കും അവർ നമ്മുടെ റിവ്യൂ എഴുതാൻ വേണ്ടി ഒരു ചെറിയൊരു പേപ്പറും കൂടെ കൊണ്ടുവന്നു. എന്താ നല്ല പേപ്പർ കൊണ്ടുവന്നത് ഞാൻ ഒന്നും നോക്കില്ല. എൻ്റെ കൂട്ടുകാർ ഐ ലവ് പാരഗൺ മട്ടൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ആ പേപ്പർ വാങ്ങിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുകൊണ്ട് ഞാനും കൂടെ അന്ന് എഴുതി വെച്ചു. നമ്മളവിടെ നിന്ന് ഹാപ്പി ആയിട്ട് കഴിച്ച് അവിടെ നിന്ന് എണീറ്റു. എന്തായിരുന്നു നമുക്ക് ബില്ല് കാണണ്ടേ, നമുക്ക് ബില്ല് ഇതാ നിങ്ങൾ കണ്ടോളി, ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ നമുക്കത് ബില്ല് കാണണ്ടേ, അത് മോശമല്ലേ ബില്ല് കാണാതെ പോകാൻ. എന്തായിരുന്നു ഞാൻ ബില്ല് കാണിച്ചാലും 2000-ന് വെറും 5 രൂപ കുറവ്, അത്രേ ഉള്ളൂ. 2000-ന് വെറും 5 രൂപ കുറവ്, വളരെ അഫോർഡബിൾ ആണ്, ആർക്ക് വേണമെങ്കിലും വന്ന് കഴിക്കാം. 2000-ന് വെറും 5 രൂപ കുറവ്. ഞാൻ എന്തായാലും ചിക്കൻ ബിരിയാണി, ഇളനീർ പുഡിങ്, ഇംഗ്രിയൽ ബ്രഷ്, അതുപോലെ തന്നെ മട്ടൻ ബിരിയാണി ഇതെല്ലാം കൂടെ ഓർഡർ ചെയ്തപ്പോഴാണ് 2000-ന് വെറും 5 രൂപ കുറവുള്ള ബില്ല് വന്നത്. എന്തായിരുന്നാലും കാശ് കൊടുത്തായിരുന്നു. ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് എനിക്ക് വലിയ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്, ഫ്രണ്ട്സും ഹാപ്പിയാണ്. എന്തായിരുന്നാലും ബില്ല് പോയ ശേഷം അവിടെ നിന്ന് നമ്മുടെ ഇരിപ്പിടം എണീറ്റപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്നുള്ള ജീരക മുട്ടായും കൊണ്ട് എടുത്തുകൊണ്ട് ഞാൻ എന്തായിരുന്നാലും നമ്മൾ അവിടെ നിന്ന് ഫോർവേഡ് നീങ്ങി തുടങ്ങി. അങ്ങനെ വീണ്ടും നമ്മൾ മുന്നോട്ട് ചുവടുകൾ വെച്ച് നമ്മുടെ ആ കുന്ത്രാട്ടത്തിന് വഴി താഴോട്ട് ഇറങ്ങി നേരെ അങ്ങ് നമ്മുടെ ലുലു മാളിൻ്റെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് നമ്മളങ്ങ് ഹൈപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് ആപ്പിൾ, പച്ച ആപ്പിൾ, ചുവന്ന ആപ്പിൾ, അത് കഴിഞ്ഞിട്ട് അവക്കാഡോസ്, അതിനുശേഷം മുന്തിരി, ഓറഞ്ച്, അതുപോലെ തന്നെ ടാൻസറിന്, പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അതുപോലെ തന്നെ ഓഷൻ വാങ്ങി. അതിനുശേഷം ഇങ്ങനെയെല്ലാം പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു വലിയൊരു കാഴ്ച കാണുന്നത്. പ്രൈം ഗൈസ്, പ്രൈം ലുലു മാളിലെ പ്രൈം കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്തായിരുന്നാലും നമ്മുടെ ലോഗൻ പോളിൻ്റെ ബ്രാൻഡാണ് പ്രൈം. എന്തായിരുന്നാലും എന്താ പറയുക, എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. ഒരുപാട് പഴിയായിട്ടൊരു ബ്രാൻഡാണ്. ഒരുപാട് പ്രൈമിൻ്റെ ബാക്കിൽ ഇഷ്ടം പോലെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് പഴിയായിട്ട ഒരു ബ്രാൻഡും കൂടെയാണ്. എന്തായിരുന്നാലും അത് അവിടെ ഇരിക്കട്ടെ, ഞാൻ എന്തായിരുന്നു എടുത്തില്ല. നമ്മൾ ആ ഓഷൻ എടുത്തുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് കൂട്ടാൻ പ്ലാൻ ചെയ്യും. അതുകൂടെ സ്ട്രോബെറി, അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂസും, അതുപോലെ തന്നെ ബദാമും, പിന്നെ കുറച്ച് ഡ്രിങ്കും. ബില്ല് പോയാൽ നിൽക്കുന്നത് കുറേ മുട്ടായും കാര്യങ്ങളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. അതല്ലാതെ അതുപോലെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് അറിയാം. എല്ലാവരും ഇങ്ങനെ വെച്ചിരിക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ ഒരു സ്റ്റിക്കേഴ്സും അവിടെ നിന്ന് എടുത്തു. അതെല്ലാം പർച്ചേസ് നമ്മുടെ കുന്ത്രാട്ടത്തിൽ താഴോട്ട് ഇറങ്ങി നമ്മുടെ ട്രോളിയിൽ നിന്നുകൊണ്ട് നമ്മുടെ കാറിലേക്ക് ലക്ഷ്യം വെച്ച് നടന്നു. അങ്ങനെ കാറിലേക്ക് ലക്ഷ്യം വെച്ച് നടക്കുന്നതിന് ഒന്നൊരു ചോപ്പ് കാറ് മേടിച്ചിട്ട് ബന്ധത്തെ കിടക്കുന്നത് ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് രോമാഞ്ചം കൊള്ളിക്കാമെന്ന് വയ്ക്കാൻ. എൻ്റെ ഗായ്സ് കാർ കണ്ടപ്പോൾ തന്നെ എനിക്ക് രോമാഞ്ചം അങ്ങ് വന്നു. എന്തായാലും കടാറ് ലുക്ക് ഒരു രക്ഷയുടെ ചോപ്പ് കളറി അവിടെ കിടക്കണ കാറിൽ തന്നെ എൻ്റെ ഫോണ് എന്ത് ലുക്കാണെന്നറിയോ. എന്തായിരുന്നല്ല നേരത്തെ ആ കാർ ഒതുക്കിയിട്ടിരുന്ന ആ പപ്പടത്തല എന്തായിരുന്നു അവിടെ നമ്മൾ കാർ എടുത്തുകൊണ്ട് പോയി. പപ്പടത്തല എന്തായിരുന്നാലും കാർ എടുത്തുകൊണ്ട് പോയി കുറച്ച് നേരം കാർ ചുറ്റി കറങ്ങി ഒരു രോമാഞ്ചം കൊള്ളാമെന്ന് ഞാൻ വിചാരിച്ചു. നമ്മുടെ വെർച്ചസ് ആ മെഴ്സിഡീസിനെ നോക്കുന്ന ഒരു കാഴ്ച എൻ്റെ മോനെ എന്താണ് അന്തസ്, അതാണ് വെറും അന്തസ്സാണ്. അങ്ങനെ നമ്മൾ രോമാഞ്ചം കൊള്ളിച്ച ശേഷം കാർ എടുത്തു, ടിക്കറ്റ് കൊടുത്തു, നമ്മൾ വെളിയിലോട്ട്. ആ അന്ധകാരത്തിൽ നമ്മൾ വെളിയിറങ്ങി. എൻ്റെ പൊന്നടവേ സൂര്യൻ നമ്മുടെ അണ്ണാക്കിൽ ടോർച്ചടിച്ചതുപോലെയായിരുന്നു വെളിച്ചം. എന്തായിരുന്നാലും നമ്മൾ കാർ എടുത്തുകൊണ്ട് ലുലുമാൻ്റെ വെളിയിലോട്ട് പോയി. ലുലുമാൻ്റെ വെളിയിൽ പോയപ്പോൾ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊരു കാര്യം പറയുന്നത്, ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾ എന്തായിരുന്നാലും മനസ്സിൽ ഓർത്ത് വയ്ക്കുക. ഈ ഒരു ലൊക്കേഷനിൽ എപ്പോഴും പോലീസും മാവന്മാരെ വന്നിട്ട് നമ്മൾ ചെക്കിംഗ് ആയിരിക്കും. അതുകൊണ്ട് ഹെൽമെറ്റും സീറ്റ് ബെൽറ്റ് ഇടാതെ നിങ്ങൾ പോകരുത്, വെറുതെ പണി മേടിക്കരുത്. അങ്ങനെ വളവം കഴിഞ്ഞ് ലുലുമാളിൻ്റെ ഒരു നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ലുക്കും കണ്ട് നമ്മൾ ആസ്വദിച്ച് നമ്മൾ എന്തായിരുന്നാലും മെയിൻ റോഡിൽ കയറുന്ന മുമ്പായിട്ട് ഇവിടെ എന്താണ് ഇത്ര ആൾക്കാർ തിരക്കുന്നത് ഞാൻ നോക്കിയപ്പോഴായിരിക്കും വേറെ ഒന്നുമല്ല, ലുലുമാളിൽ പാർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മരുതായി ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ വർക്കിൻ്റെ ആയതുകൊണ്ട് എന്ത് പറയാനാണ്. അങ്ങനെ നമ്മൾ മെയിൻ റോഡിൽ കാർ വിട്ടു പോകുന്ന സമയം പെട്ടെന്ന് വീണ്ടും ഒരു കൂട്ടുകാരനെ വിളിക്കുന്നു. എടാളിയാ ഒരു പാക്കേജ് പോയി എടുക്കണം. പിന്നെ നമ്മളൊന്നും നോക്കില്ല, നേരെ പാക്കേജ് എടുക്കാൻ വേണ്ടിയിട്ട് കടയിലോട്ട് പോയി. വേറെ ഒന്നുമല്ല, നമ്മുടെ ഹോണ്ട ആക്ടിവയുടെ കുറച്ച് സ്പെയർ പാർട്ടാണ്. എന്തായിരുന്നാലും നമ്മുടെ മച്ചാൻ പറഞ്ഞതിൽ എന്തായിരുന്നാലും നമ്മുടെ സ്വന്തം മെക്കാനിക്കാണ് നമ്മുടെ R15. അതുപോലെ നമ്മുടെ BMW ഒക്കെ എന്താ പറയുക സർവീസ് ചെയ്ത ചെക്കനാണ്. അങ്ങനെ കുറച്ച് നേരം കാർ ഇങ്ങനെ വീക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ 2 പട്ടികൾ പട്ടിക്കിറ്റായിട്ട് ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ അതാ മോളിൽ കൂടെ ഒരു പ്ലെയിൻ പോകണം. എന്തായിരുന്നാലും പ്ലെയിൻ കണ്ടപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. ഈ ഡിസംബർ മാസം ഒരുപാട് പ്ലെയിൻ ക്രാഷ് ഉണ്ടായിട്ടുണ്ട്. എന്തായിരുന്നാലും നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നമ്മുടെ വെർച്ചസ് GT വീണ്ടും പറപ്പിച്ചിട്ട് നമ്മൾ ടോളിൻ്റെ അടുത്ത് എത്തി വീണ്ടും ടോൾ കൊടുത്തു, വീണ്ടും മുന്നോട്ട് പോയി. അവസാനം വൈകുന്നേരം അപ്പം വേറെ ഒന്നും നോക്കില്ല, നേരെ സോമതീരത്തോട്ട് വന്നു. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ അന്നത്തെ നമ്മുടെ എല്ലാ ഫസ്ട്രേഷനും നമ്മുടെ എല്ലാ ടെൻഷനും മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് സോമതീരത്തോട്ട് വന്നത്. അപ്പോൾ ഗൈസ് എന്തായിരുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അതുപോലെ കൂടെ ബെൽ ലൈക്കും കൊണ്ട് അടിച്ച് പൊട്ടിക്കുവാൻ ഞാൻ നിങ്ങളുടെ അഭ്യർത്ഥിക്കുന്നു. അതുപോലെ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഏവർക്കും സ്റ്റേ സേഫ് ആൻഡ് പീസ് ഔട്ട് ഗൈസ്. പീസ്.